إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വലിയ ഒരനുഗ്രഹം അത് ആസ്വദിച്ച് അതിന്റെ ആ ഒരു വലിയ അവസരം ഉപയോഗപ്പെടുത്തി ഇബാദത്തുകളിൽ ഏർപ്പെട്ട് പരമാവധി ജീവിതത്തിന്റെ മേഖലകളിൽ എല്ലാം സൂക്ഷ്മത പാലിച്ച് തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഒരു മാസക്കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹം വന്നുകൊണ്ട് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ളയോട് പറയുന്നു, യാ അബാ ഇസ്ഹാഖ് ഇന്നി മുസ്രിഫുൻ അലാ നഫ്സി ഫഅരിദ് അലയ്യ മാ യകൂനു ലഹാ സാജിറൻ വമുസ്തൻഖിദൻ ലിഖൽബി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ ചെയ്ത മനുഷ്യനാണ്. എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടണമെന്നുണ്ട്. അതിന് അനുയോജ്യമായ ചില ഉപദേശങ്ങൾ താങ്കൾ എനിക്ക് നൽകണം. ആ സമയത്ത് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നീ നിന്റെ തെറ്റുകൾ തുടർന്നുകൊള്ളുക. ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, എങ്കിലത് പറഞ്ഞു നൽകണം. അദ്ദേഹത്തോട് മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, താങ്കൾ ഇദാ അറദ്ത അൻ തഅസില്ലാഹ അസ്സ വജല്ല ഫലാ തഅകുൽ മിൻ റിസ്ഖിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും
അവൻ ഈ ലോകത്ത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഉപജീവനത്തിൽ നിന്ന് യാതൊന്നും ഞാൻ ഭക്ഷിക്കില്ല എന്ന് തീരുമാനമെടുക്കണം. ഈ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാണ് സാധ്യമാവുക? ഫമിൻ ഐന ആകുലു വകുല്ലു മാ ഫിൽ അർദി മിൻ റിസ്ഖിഹി, ഈ ലോകത്തുള്ളത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്കിൽപ്പെട്ടതാണല്ലോ. അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നാണ്, അഫഹസനുൻ അൻ തഅകുല റിസ്ഖഹു വ തഅസിയ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച ആ റിസ്ക് ഭക്ഷിച്ചുകൊണ്ട് ആ റബ്ബിനെ എങ്ങനെ ധിക്കരിക്കാനാണ് നിങ്ങൾക്ക് സാധിക്കുക? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എങ്കിൽ രണ്ടാമത്തേത് എന്ത് എന്ന് പറഞ്ഞു നൽകണം. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ താങ്കൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട് എങ്കിൽ, അവന്റെ റിസ്ക് ഭക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാത്ത ഏതെങ്കിലും ഒരു ഭൂമിയിൽ ചെന്ന് അവനെ ധിക്കരിക്കുക. വീണ്ടും ആ മനുഷ്യൻ ആവർത്തിച്ചു ചോദിച്ചു, അങ്ങനെ ഒന്നുണ്ടോ? ഈ ലോകം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പല്ലേ? ആ മനുഷ്യനോട് തിരിച്ച് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹു സൃഷ്ടിച്ച ഈ ലോകത്ത് ജീവിച്ച് അവന്റെ ഉപജീവനം ഭക്ഷിച്ച് ആ റബ്ബിനെ താങ്കൾക്ക് എങ്ങനെ ധിക്കരിക്കാനാണ് സാധിക്കുക? അദ്ദേഹം പറഞ്ഞു, എങ്കിൽ മൂന്നാമത് കാര്യം പറഞ്ഞു നൽകുക. ഈ മനുഷ്യനോട് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ് പറഞ്ഞു, എങ്കിൽ താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസ്ക് ഭക്ഷിച്ചോളൂ, അവൻ സൃഷ്ടിച്ച ഭൂമിയിൽ താമസിച്ചോളൂ. പക്ഷേ തെറ്റു ചെയ്യുന്ന സമയത്ത് ആ റബ്ബ് കാണാത്തൊരിടത്ത് പോയി തെറ്റ് ചെയ്യാൻ താങ്കൾ ശ്രമിക്കണം. ഈ മനുഷ്യൻ വീണ്ടും അത്ഭുതത്തോടുകൂടെ പറഞ്ഞു, അങ്ങനെയൊന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചയെത്താത്ത ഏതൊരു സ്ഥലമാണ് ഈ ലോകത്തുള്ളത്? ഈ മനുഷ്യനോട് വീണ്ടും അദ്ദേഹം പറയുന്നു, എങ്കിൽ മലക്കുൽ മൗത്ത് താങ്കളിലേക്ക് സംജാതമാകുമ്പോ നിനക്കൊരൊഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കുറച്ചു സമയത്തേക്ക് എനിക്കൊന്ന് വിട്ടു നൽകണമെന്ന് ആ മലക്കിനോട് പറഞ്ഞ് നിന്റെ ഇബാദത്തുകൾ പൂർത്തീകരിക്കാനുള്ളത് പൂർത്തീകരിച്ച് തൗബ ചെയ്യാനുള്ള തൗബ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ താങ്കൾക്ക് സാധിക്കണം. ഇതാണ് നാലാമത്തെ കാര്യം. ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല. മലക്കുൽ മൗത്ത് വന്നാൽ പിന്നെ ഒരു സെക്കൻഡ് എനിക്ക് മുന്നോട്ട് പോകാൻ, ചലിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഈ മനുഷ്യനോട് ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹ് പറഞ്ഞു എന്നാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് കൂടെ താങ്കൾക്ക് തെറ്റു ചെയ്യണമെന്നാണോ? എങ്കിൽ നാളെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊന്ന് പിന്തിരിയാൻ താങ്കൾക്ക് സാധിക്കുമോ? അതിന് സാധിച്ചാൽ താങ്കൾ തെറ്റ് ചെയ്തു കൊള്ളുക. അപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എനിക്കതിന് സാധിക്കുകയില്ല. എന്നിട്ട് ശേഷം ആ സംഭവത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, ഈ മനുഷ്യന് തിരിച്ചറിവുണ്ടായി എന്നാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക് ഭക്ഷിച്ച് അവൻ സംവിധാനിച്ച ഭൂമിയിൽ ജീവിച്ച് യാതൊന്നും മറക്കപ്പെടാത്ത റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന് തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, മലക്കുൽ മൗത്ത് ആസന്നമാകുന്ന സമയത്ത് അതിൽ നിന്ന് കുതറി രക്ഷപ്പെട്ട് നാളെ പരലോകത്ത് നരകം വിധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കുക എന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും സാധ്യമല്ല. അതെനിക്കും സാധ്യമല്ല. അപ്പൊ ഈ മനുഷ്യൻ തിരിച്ചറിവുണ്ടാവുകയും അതിൽ നിന്ന് മാറ്റം ഉണ്ടായിത്തീരുകയും ചെയ്തു എന്ന് ആ സംഭവത്തിന്റെ അവസാനം കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഈ ഒരു സംഭവം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഓരോന്ന് നുകർന്നും ആസ്വദിച്ചുമാണ് ഓരോ സെക്കൻഡുകളും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അത്തരത്തിലൊരു വലിയ അനുഗ്രഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഒരു വർഷവും എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റമദാനിൽ ജീവിച്ചിരിക്കാനും ഇബാദത്തുകൾ അർപ്പിക്കാനും റബ്ബിലേക്ക് അടുക്കാനുമുള്ള വലിയൊരു അവസരം ആ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇനിയും തിന്മകളിൽ നിന്ന് നമ്മൾ പിന്മാറുന്നില്ല എങ്കിൽ, നമ്മൾ ഖേദിച്ചു മടങ്ങുന്നില്ല എങ്കിൽ നമ്മളുടെ പര്യവസാനം എന്തായിരിക്കും? നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ റമദാനിൽ നാം തുടർന്നു പോന്നിരുന്ന നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെച്ച ചില കാര്യങ്ങൾ ഈ റമദാനിലുണ്ട്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഒന്ന് ഇരുത്തി ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങളുടെ മുൻപുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാം,
ശരി, ഈ റമദാൻ കഴിഞ്ഞുപോയി. എന്റെയും നിങ്ങളുടെയുമുള്ള മനസ്സിലുള്ള ചിന്ത എന്താണ്? അവസാനിച്ച ഈ റമദാൻ എനിക്ക് നൽകുന്ന സന്തോഷം ഇബാദത്തുകൾ നിർവഹിച്ചതിന്റെ ആനന്ദമാണോ, അതല്ല ഇനി അങ്ങോട്ട് തിന്മകളിൽ വ്യാപൃതനാകാമെന്ന സന്തോഷമാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം എങ്ങനെയാണോ വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ റമദാൻ മാസത്തിൽ കാത്തു സൂക്ഷിച്ചത്, അത് ഇനിയും തുടർന്നു പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ലക്ഷ്യം വെച്ച തഖ്വ എന്ന മഹിതമായ ഗുണം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരാവർത്തി ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഓരോ റമദാനുകൾ പിന്നിടുമ്പോഴും എന്റെ ജീവിതത്തിൽ എന്ത് നന്മകളാണ് വർദ്ധിച്ചത്, എന്ത് തിന്മകളാണ് ഞാൻ വർജിച്ചത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അങ്ങനെ ഒരു വിചാരണക്ക് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നാളെ പരലോകത്ത് നമ്മളുടെ ശരിയായ യഥാർത്ഥമായ വിചാരണക്ക് നമുക്ക് എളുപ്പമുണ്ടാക്കി തരും. അതുകൊണ്ടാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം, ഇന്നൽ അബ്ദ ലാ യസാലു ബിഖൈരിൻ മാ കാന ലഹു വാഇദുൻ മിൻ നഫ്സിഹി. ഒരു മനുഷ്യൻ അവനെപ്പോഴും ഖൈറിലായി തുടർന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ എപ്പോഴും നന്മയിലായിരിക്കും. എങ്ങനെയാണ് എങ്കിൽ അവനിൽ നിന്ന് തന്നെ അവനൊരു ഉപദേശകനുണ്ട് എങ്കിൽ, ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോ അതിനെ തടഞ്ഞു വെക്കുന്ന ഒരു ഉപദേശകൻ അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ, ഒരു നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉപദേശകൻ അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ അവൻ നന്മയിൽ തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ശേഷം അദ്ദേഹം പറയുന്നു, വകാനത്തിൽ മുഹാസബതു മിൻ ഹിമ്മതിഹി. മാത്രമല്ല, മുഹാസബത്ത് അവന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്താൽ, മുഹാസബത്ത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സ്വയം വിചാരണ നടത്തുക. ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? എന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഇക്കണ്ട കാലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി ജീവിപ്പിച്ചിട്ട്, ഈ പറയപ്പെട്ട റമദാനുകളെമ്പാടും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ട്, അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാനായി, എന്ത് മാറ്റം സൃഷ്ടിക്കാനായി? ഇങ്ങനെ ഒരു സ്വയം വിചാരണക്ക് നമ്മൾ വിധേയനായി കഴിഞ്ഞാൽ സഹോദരന്മാരെ, അത് നാളെ പരലോകത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവർ ഇരുവരും ഒരുമിച്ച് പുറത്ത് നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ ഒരു മറയിടപ്പെടുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് തന്നെ പറയുന്നതായി മഹാനായ അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ബഖിൻ ബഖിൻ വല്ലാഹി ലതത്തഖിയന്നല്ലാഹ ഔ ലയുഅസിബന്നക. അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ശിക്ഷിക്കുന്നതാണ്. അദ്ദേഹം സ്വന്തത്തോട് തന്നെ പറയുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, ഇത്തരത്തിൽ സ്വന്തത്തോട് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. എന്റെ അവസ്ഥ ഞാൻ നന്നാക്കി തീർത്തിട്ടില്ല എങ്കിൽ അത് നാളെ പരലോകത്ത് എനിക്ക് വലിയ നഷ്ടം വരുത്തി വെക്കും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് പറയേണ്ടതുണ്ട്. അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഈ റമദാൻ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതല്ലാതെ ജീവിതത്തിന്റെ കഴിഞ്ഞു പോകുന്ന ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു റമദാൻ മാത്രമായി ഇത് അവശേഷിക്കരുത്, അല്ലേ? ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഒരു ചക്രം കണക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു റമദാൻ കടന്നു വന്നു, ഞാൻ ആ റമദാനിൽ എങ്ങനെയൊക്കെയോ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കഴിഞ്ഞുപോയി. ഇനി അടുത്ത റമദാൻ പ്രതീക്ഷിക്കുകയാണ്, ആ അടുത്ത റമദാനും കടന്നു വന്നു, അതങ്ങനെ കഴിഞ്ഞുപോയി. എന്തു മാറ്റമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ തഖ്വ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യതയോടുകൂടി നമ്മോട് പറഞ്ഞു നൽകുന്നു, ഏറ്റവും ആദരണീയർ ഈ തഖ്വ നേടിയെടുത്തവരാണ്.
സാമ്പത്തികമായി വലിയ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തിപ്പെട്ട ആളുകളെയല്ല റബ്ബ് ആദരണീയർ എന്ന് പരിചയപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഉദ്യോഗം നേടിയെടുത്തവരെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയർ എന്ന് പരിചയപ്പെടുത്തിയത്. ഏതെങ്കിലും നിലക്ക് സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത് ജീവിച്ചവരെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമരെന്നും ആദരണീയരെന്നും വിശേഷിപ്പിച്ചത്. റബ്ബ് പറയുന്നത് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരണീയരായ ആളുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുന്നു. അങ്ങനെയുള്ളവരെ, തഖ്വയുള്ളവരെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടം. അപ്പോൾ ആ തഖ്വ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നേട്ടമല്ലാതെ നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ സ്വീകാര്യത പോലും അതിലധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, ലഅൻ അസ്തൈഖിന അന്നല്ലാഹ ഖദ് തഖബ്ബല മിന്നി സ്വലാതൻ വാഹിദ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ. റബ്ബ് എന്റെ ജീവിതത്തിൽ ഞാൻ നമസ്കരിച്ച ഒരു നേരത്തെ നമസ്കാരം സ്വീകരിച്ചു എന്നതാണ് ഈ ദുനിയാവിനേക്കാൾ അതിലുള്ളതിനേക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയും ശേഷം വിശുദ്ധ ഖുർആനിന്റെ വചനം അദ്ദേഹം ഓതുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകളിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം അദ്ദേഹം പാരായണം ചെയ്യുകയാണ്. അപ്പൊ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണമെന്ന് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷ്മത സ്വീകരിക്കാൻ, അത് കൈക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താണ് ഈ തഖ്വ കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്, അർത്ഥമാക്കുന്നത്? അതും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ചോദ്യം ചോദിച്ചതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് തഖ്വയെ കുറിച്ച്. ആ സമയത്ത് മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഏതെങ്കിലും സമയത്ത് മുള്ളു നിറഞ്ഞ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. എങ്കിൽ എങ്ങനെയായിരിക്കും താങ്കൾ അതിലൂടെ സഞ്ചരിക്കുക? അദ്ദേഹം പറഞ്ഞു, വളരെ സൂക്ഷ്മതയോടുകൂടെ അതിലോരോ മുള്ളുകളും എന്റെ കാലിൽ തറക്കുന്നുണ്ടോ എന്ന ശ്രദ്ധയോടുകൂടെ ഓരോ കാലടിയും ഞാൻ ശ്രദ്ധിച്ചായിരിക്കും വെക്കുക. ആ സമയത്ത് ഉബയ്യ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു എന്നാണ്, അതാണ് തഖ്വ. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നാം എടുത്തു വെക്കുന്ന ഓരോ കാലടികളും, നമ്മളുടെ ജീവിതത്തിന്റെ മുഴുമേഖലകളിലും നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ കാലടികൾ ഉണ്ടായിരിക്കും അല്ലേ? ആ കാലടികളിലൊക്കെ ഈ മുള്ള്, തിന്മയുടെ മുള്ള് എന്നെയും നിങ്ങളെയും വന്ന് തറക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്റെയും നിങ്ങളുടെയും കാലിലേൽക്കാതെ നമുക്ക് സൂക്ഷ്മതയോടുകൂടെ നടന്നു നീങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് തഖ്വ എന്ന് മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രതിവചിച്ചു എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോ വ്യത്യസ്തമായ പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, ആ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഈ ഒഴിവാക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ ഈ ഒഴിവാക്കിയതിനേക്കാൾ ഉത്തമമായത് എനിക്ക് നൽകും എന്ന പ്രതീക്ഷ വെക്കുക. ഞാൻ ചെയ്തത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഈ പ്രവർത്തിച്ചത് ഈ റബ്ബിന് വേണ്ടിയാണ് എങ്കിൽ അതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പഴിക്ക്, പരിഹാസങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് തക്കതായ പ്രതിഫലം എനിക്ക് എന്റെ റബ്ബ് നൽകുമെന്ന ആ ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ നൽകും എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്. പ്രവാചകൻ പറയുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക.
എവിടെയായിരുന്നാലും, വീടിന്റെ അകത്തളങ്ങളിലായിരുന്നാലും, മാർക്കറ്റുകളിലായിരുന്നാലും, മസ്ജിദുകളുടെ ഉള്ളിലായിരുന്നാലും, നടക്കുന്ന വഴികളിലായിരുന്നാലും, എവിടെയായിരുന്നാലും നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. ഈ ഹദീസിന്റെ രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള പാഠം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. മനുഷ്യ സഹജമാണ് തെറ്റ് എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാരാണ്, അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് വന്നേക്കും, ജീവിതത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ നമുക്കൊക്കെ സംഭവിച്ചു എന്ന് വന്നേക്കും. ആ സമയത്ത് അതിനെ മറികടക്കാനുള്ള വളരെ വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ തുടർത്തി പോവുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നന്മകൾ ഒരിക്കലും നമ്മൾ കൈയൊഴിക്കാൻ പാടില്ല. ഈ റമദാനിന് ശേഷം മുന്നോട്ടുള്ള ജീവിതത്തിൽ ചെറുതും വലുതുമായ അബദ്ധങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ആ തിന്മയെ കഴുകിക്കളയുന്ന നിലക്കുള്ള നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ഹസനാത്ത് യുസ്ഹിബുന സയ്യിആത്ത്. നന്മകൾ തിന്മകളെ പോക്കിക്കളയും, മായ്ച്ചു കളയുമെന്ന്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് കഴുകിക്കളയാനുള്ള നല്ല മാർഗമാണ് നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. നമ്മളുടെ ജീവിതം അത്തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഹദ്ദൻ ഫഅഖിം. പ്രവാചകനെ, ഞാൻ വലിയ ഒരു കുറ്റം ചെയ്തിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പേരിൽ താങ്കൾ ഹദ്ദ് നടപ്പിലാക്കണം, ശിക്ഷ നടപ്പിലാക്കണം. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് യാതൊന്നും തിരിച്ചു ചോദിക്കുകയുണ്ടായില്ല. അങ്ങനെ പ്രവാചകൻ നമസ്കാരത്തിന് സമയമായ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അദ്ദേഹത്തോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയുണ്ടായി, ഞാൻ ഇത്തരത്തിൽ വലിയൊരു തെറ്റ് എന്റെ ജീവിതത്തിൽ ചെയ്തുപോയി പ്രവാചകരെ. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്, അലൈസ ഖദ് സല്ലൈത മഅന, താങ്കൾ ഞങ്ങളുടെ കൂടെ ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ നിർവഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, ഫഇന്നല്ലാഹ ഖദ് ഗഫറ ലക ദംബക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുന്നു. സഹോദരന്മാരെ, ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് തെറ്റു ചെയ്താലും, ഇത്തരത്തിലൊരു നന്മ ചെയ്താൽ അതുകൊണ്ട് മറികടന്നുകൊണ്ട് തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുക എന്നുള്ളതല്ല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ സഹജമാണ് തെറ്റുകൾ, അബദ്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കും. ആ തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ മികച്ച പ്രവാചക വചനങ്ങളിലും വിശുദ്ധ ഖുർആനിലും സ്ഥിരപ്പെട്ട ഒന്നാണ് ഇത്തരത്തിൽ നന്മകൾ കൊണ്ട് അതിനെ തുടർത്തുക എന്നുള്ളത്. അതല്ലാതെ നമ്മൾക്ക് ഏത് നിലക്കും തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അടമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അത്തരത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, ഇനി അവസരം കിട്ടുമ്പോ തൗബ ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ആളുകൾ തന്റെ കയ്യിൽ വിഷം പിടിച്ചുകൊണ്ട്, തന്റെ കയ്യിൽ വിഷത്തിനുള്ള മറുമരുന്ന് പിടിച്ചുകൊണ്ട് വിഷം കുടിക്കുന്നവനെ പോലെയാണ് എന്ന്. അഥവാ ഈ മനുഷ്യൻ വിചാരിക്കുന്നത് ഈ വിഷം കുടിച്ച് ഉടനടി ഈ അതിന്റെ മറുമരുന്ന് എനിക്ക് കഴിച്ച് രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ പോലെയാണ് എന്നാണ്. ഒരു പക്ഷേ ഈ വിഷം കുടിച്ച മനുഷ്യന് മറുമരുന്ന് കുടിക്കാനുള്ള സമയം കിട്ടിയെന്ന് വന്നേക്കില്ല.
അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, തെറ്റുകളിൽ അഭിരമിച്ച് അത് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച് എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ തൗബ ചെയ്ത് അങ്ങനെ അങ്ങ് അതിനെ കഴുകിക്കളയാം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അത് മിഥ്യയായ ഒരു ധാരണ മാത്രമാണ്. നമ്മൾ തിരിച്ചറിയുക, മറിച്ച് ഈ നിലക്ക് നമ്മളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അത് ആത്മാർത്ഥമായി റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നന്മകൾ തുടർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിന്മകളെ കഴുകിക്കളയാനുള്ള ഒരു തൗഫീഖ്, പിന്നീട് ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തൗഫീഖൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മാത്രമല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, വയംബഗി അൻ തകൂനൽ ഹസനാതു മിൻ ജിൻസി സയ്യിആത്ത് ഫഇന്നഹു അബ്ലഗു ഫിൽ മഹ്റു. നമ്മൾ ചെയ്ത തെറ്റേതാണോ ആ തെറ്റിൽ തന്നെ ഉള്ള ഒരു നന്മ, അതിന്റെ അതേ ജിൻസിലുള്ള ഒരു നന്മ പ്രവർത്തിക്കാൻ സാധിച്ചാൽ ആ തെറ്റ് അത് കഴുകിക്കളയാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തികമായി എന്തെങ്കിലും ഒരു അബദ്ധം നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ സമ്പത്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലക്കുള്ള ഒരു നന്മ നമ്മൾ പ്രവർത്തിക്കുക. നാവ് കൊണ്ട് ഏതെങ്കിലും നിലക്കൊരു അബദ്ധം സംഭവിച്ചു പോയാൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യുക. കണ്ണുകൊണ്ട് എന്തെങ്കിലും നിലക്കുള്ള തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത്തരത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ നോക്കി ഓതുക പോലെയുള്ള ആ സുന്നത്തുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നന്മകളിൽ ഏർപ്പെടുക. അങ്ങനെ നമ്മളുടെ തെറ്റുകളെ മായ്ച്ചു കളയാൻ അത് ഉപകരിക്കുമെന്ന് ഈ ഹദീസും വിശുദ്ധ ഖുർആനും മഹാന്മാരുടെ വാക്കുകളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ശേഷം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസാന ഭാഗത്തിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു നൽകിയത്. ഈ ഹദീസിന്റെ ഭാഗമായി പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കുക. രണ്ടാമത്തേത് പ്രവാചകൻ പറഞ്ഞത് വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹാ, നീ തെറ്റിന് തുടർത്തിക്കൊണ്ട് നന്മ ചെയ്യുക, അതിനെ മായ്ച്ചു കളയും. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവം സ്വീകരിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ശരിക്കും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമയും ജനങ്ങളുമായി ബന്ധപ്പെട്ട ബാധ്യതയുമാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംയോജിപ്പിച്ച് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പൊ നമ്മൾ റബ്ബുമായി നിർവഹിക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കുക, അതുപോലെ തന്നെ ജനങ്ങളുമായി ഇണങ്ങി ജീവിക്കുമ്പോൾ അവരെ പ്രയാസപ്പെടുത്താതെ വെറുപ്പിക്കാതെ അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന നിലക്ക്, സൗമ്യമായ നിലക്ക് അവരോട് ഇടപെടാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ നിലക്ക് റബ്ബുമായി ബന്ധപ്പെട്ട ബാധ്യതകളും കടമകളും അത് നല്ല രൂപത്തിൽ നിർവഹിക്കുകയും ജനങ്ങളുമായി ബന്ധപ്പെട്ട കടമകളും കർത്തവ്യങ്ങളും അത് നല്ല രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് നമുക്ക് വലിയ നേട്ടം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ നാം നിർവഹിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ പല നിലക്കും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ രോഗങ്ങളും സാമ്പത്തികമായ ബാധ്യതകളും മാനസികമായ ടെൻഷനുകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുകയും ആശ്വാസം പകർന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുകയും ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.